അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുക. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ചെറിയ പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അധികം വലുപ്പമൊന്നും ഇല്ലാത്ത ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലൊരു 15 ബ്രെഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. 2 പുറം ഒന്ന് നല്ലോണം ചൂടാക്കി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതി, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് മൊത്തത്തിൽ ഇതുപോലെ 2 പുറം ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. എളുപ്പത്തിലായി കിട്ടും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അധികം എണ്ണ വേണ്ടി വരില്ല. 2-3 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. അപ്പോൾ നമ്മളിതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കടലമാവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മൈദമാവ് എടുക്കാം. മൈദമാവിനെക്കാട്ടും നല്ലത് കടലമാവാണ്. ഇനി കടലമാവ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ മൈദമാവ് എടുക്കാം കേട്ടോ. 1/2 കപ്പ് വെള്ളമുണ്ട്, അതെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളില്ലാണ്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ കട്ടകളില്ലാണ്ട് നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 15-16 ബ്രെഡ് ഉണ്ട്. അതിലേക്ക് ഉള്ള കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കി ഇതിൻ്റെ മുട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ, അതുവരെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ സവാള ചേർക്കണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്ത് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ സവാള ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ കട്ടകളൊക്കെ മാറണം. എന്നിട്ട് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ചേർത്ത് കൊടുക്കാണ്ട് വെറും ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. വേറെ ഈ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കടലമാവിന് മഞ്ഞ കളർ ഉണ്ടാവുകൊണ്ട് ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ഞാനിതിൽ മുക്കി വറുത്തെടുത്തത് എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത്തേതാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1-2 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളെ ബാറ്ററിൽ നമ്മളെ ബ്രെഡ് മുക്കി എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 4 എണ്ണം വരെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ബ്രെഡ് ആയതുകൊണ്ട്. ഇപ്പോൾ ഇതുപോലെ മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നമുക്ക് 2 എണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് കൂടുതൽ എണ്ണ കുടിക്കുകയൊന്നുമില്ല. നമ്മൾ ഒഴിച്ച എണ്ണ മാത്രം മതിയാകും. കൂടുതൽ എണ്ണയൊന്നും വേണ്ട. നല്ല ഡ്രൈ ആയി കിട്ടും ചെയ്യും. അപ്പോൾ എണ്ണയിൽ മുക്കി വറുത്തെടുക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ വീഡിയോയിൽ കട്ടായി പോയിട്ടോ. അപ്പോൾ ഞാനിതൊന്ന് 4 എണ്ണം വേറെടുത്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പുറം നല്ലോണം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഡ്രൈ ആവണ്ട കേട്ടോ, എന്നാൽ അത്യാവശ്യം ഡ്രൈ ആയി കിട്ടണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം. ഇനി കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ എണ്ണ മതി കേട്ടോ അതിലേക്ക്. ഇപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്.
ഇങ്ങനെ ബ്രെഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും കൊടുക്കുക. അതേപോലെ ലഞ്ച് ബോക്സിൽ ഇതും കൊടുത്ത് വിടുക. കുറച്ച് ടൊമാറ്റോ സോസും കൂടിയും കൊടുത്ത് വിട്ടാൽ മതി. അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ. വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾ ബ്രെഡൊന്നും കഴിക്കാത്ത കുട്ടികൾ, പിന്നെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടുമ്പോൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചോളും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ ഉള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് ഉണ്ടാക്കാം. ഇപ്പോൾ ദാ നമ്മളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, 2 പുറം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലോണം മുരിപ്പിച്ചിട്ടില്ല, എന്ന പാകത്തിന് മുരിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഡ്രൈ ആക്കി എടുത്ത ബ്രെഡ് ആയതുകൊണ്ട് നമുക്കിത് ക്രിസ്പി ആയിട്ടുണ്ടാവും. നല്ല ക്രിസ്പി പറഞ്ഞാൽ കറുമുറുന്നതിനല്ല, നല്ല സോഫ്റ്റ് ആയിരിക്കില്ല, എന്നാൽ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും 2 ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ മുക്കിയെടുത്ത് വറുത്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. ഇപ്പോൾ ദാ നമ്മൾ അടുത്തതും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നല്ല വയറ് നിറച്ച് കഴിക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് മുറിച്ച് നല്ല ഷേപ്പൊക്കെ ആക്കിയിട്ടൊക്കെ മുക്കിയെടുത്ത് വറുത്തെടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇതേപോലെ തന്നെ വറുത്തെടുത്തിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.